ഇപ്പൊ ഞാൻ ചെറുപ്പം പോലെ ഒരു പ്രായം വരെ ഞാൻ വിചാരിച്ചത് ശരിക്കും പേര് ഷിബു എന്നാണ്. എനിക്ക് മനസ്സിലായി ജോക്കറിലെ ക്യാരക്ടർ സുധീർ മിശ്ര ഷിബു. ജോക്കറിലെ ബൈക്കിലൊക്കെ ജമ്പ് ചെയ്ത് വന്നിട്ടേ ഷിബു. ക്യാമറയുടെ മുമ്പിൽ നാച്ചുറൽ ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പുള്ളിക്ക് എല്ലാ സമയത്തും പറ്റുന്നുണ്ട്. അത് ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പുള്ളി ഒരു ക്യാമറ വന്നാൽ ഈ അന്വേഷിക്കാൻ കണ്ടെത്തും പടത്തില് അന്വേഷിക്കാൻ കണ്ടെത്തുന്നുള്ള വാക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ലക്ഷ്മണൻ വിചാരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും. സോറി ടോവിനോനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് കൂടിയിട്ടുള്ള പ്രശ്നമാണ്, വേറൊന്നുമല്ല. ടോവിയുടെ ഒരു മീശ വേറെയാ, പിന്നെ വേറൊരു ക്യാരക്ടറിന്റെ ഒരു പോസ്റ്ററിൽ മീശ വേറെയാ. ഡബിൾ റോൾ അല്ലെങ്കിൽ വല്ല വില്ലനായിട്ട് പിന്നെ മാറി വന്ന് പിന്നെ പോലീസുകാരനായിട്ട് പിന്നെ വന്നു, അങ്ങനെ സാധ്യതയുണ്ട്. ശ്രീദേവിനെ ഇനി ശരിക്കും തോന്നുന്നത് ടോവി ആണെങ്കിൽ അതെ, ഇതെല്ലാം കണ്ടെത്താൻ നിങ്ങൾ തിയേറ്ററിലേക്ക് വരിക. അപ്പൊ അതൊക്കെയാണത് നമ്മള് പിന്നെ അതെ അതെ അത് തന്നെ. എന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടാണ്. പക്ഷെ ഞാൻ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടല്ല. എനിക്ക് എന്നെ ചെറുപ്പം മുതലേ പരിചയമുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഡയറക്ടറിന്റെ കൂടെ അഭിനയിച്ച ഒരു അനുഭവം 2018 എന്തിനാ മരിക്കാൻ പോയത്? അതിന് സ്വർഗത്തിലാണോ കഥ? നല്ല കൗണ്ടറായിപ്പോട്ടാ. ഫസ്റ്റത്തെ ഇന്റർവ്യൂ എന്നുള്ളൊരു ടാഗ് ലൈനിലായിരിക്കും വരുന്നത്. ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണെന്ന് പേര് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. പേരൊന്ന് പറഞ്ഞ അവരോട്. ആദിത്യ. അതെ, ഇത് കട്ട് ചെയ്ത് കളയണ്ട. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ഫൺ മിസ് ആവും നിങ്ങൾക്ക്. വ്യൂവർഷിപ്പ് പറയും. അന്വേഷിക്കാൻ കണ്ടെത്തും എന്നുള്ള സിനിമാ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഞാൻ ഈ അന്വേഷിക്കാൻ കണ്ടെത്താൻ കുറേ അന്വേഷിച്ചു, എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല സത്യമായിട്ട്. കാരണം ട്രെയിലറിൽ കുറച്ച് ലൂപ്പ് ഹോൾ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അതെന്താ അങ്ങനെ ഒരു ടീസർ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കാനൊരു കാരണം? അല്ല, ടീസറിനകത്ത് നമ്മള് അതിന്റെ പർപ്പസ് തന്നെ ടീസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ആൾക്കാരെ കാണാൻ തോന്നിപ്പിക്കാനായിട്ട് നമ്മള് ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു സംഭവമായിട്ട് തോന്നി. ഉറപ്പായിട്ടും ആ കൺഫ്യൂഷൻസ് ആണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തുന്നത് തിയേറ്ററിൽ നിന്നായിരിക്കും. അതിനാണ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൽ കണ്ടെത്തിയ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇപ്പം അതില് ടീച്ചറിൽ കാണിക്കുന്നുണ്ട് ശ്രീദേവി മർഡർ കേസാണ്. അപ്പൊ ഫസ്റ്റ് ആ മരിച്ചു കിടക്കുന്ന കുട്ടി ശ്രീദേവിയാണ്. ആയിരിക്കാം, പറയില്ല. അതറിയാൻ നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തുക. അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തുക. അല്ല, കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളും അല്ല, ഇങ്ങനത്തെ ഒരു സിനിമയുടെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അല്ല, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഏതെങ്കിലും പടം ഇറങ്ങുന്ന അന്ന് തന്നെ അതിന്റെ കഥയും പറയും, അതിന്റെ ക്ലൈമാക്സും വിളിച്ചു പറയും. ചെയ്യാൻ പാടില്ലല്ലോ, സിനിമ ആസ്വദിക്കണ്ടേ. അതുകൊണ്ടാണ് പറയാത്തത്. നമ്മ ആ കൂട്ടുകാരനെ പോലെ ആവണ്ടല്ലോ. എന്തൊക്കെയോ കുറെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞിരിക്കുന്ന ഒരു പടമാണെന്നാണ് സമ്മറി. ഇപ്പോ ഈ പടം നടക്കുന്നത് കോട്ടയത്താണ്. അപ്പോൾ ഇതില് ടോവിനോയുടെ ക്യാരക്ടർ വരുന്നത് പോലീസുകാരനായിട്ടാണ്. എൻ്റെ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു ഓഡിയൻസിന്റെ ഡൗട്ടായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇതില് ഈ അന്വേഷിക്കാൻ കണ്ടെത്തും പടത്തില് ഈ അന്വേഷിക്കാൻ കണ്ടെത്തുന്നുള്ള വാക്ക് ഒരു ബൈബിൾ വചനത്തിന്റെ വാക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സോറി അന്വേഷിപ്പിൻ. ടോവിനോനെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് കൂടിയിട്ടുള്ള പ്രശ്നമാണ്, വേറൊന്നുമല്ല. അല്ല, നമ്മളുടെ ഓസിഡികാരനോട് പറഞ്ഞതല്ലാതെ അത് തിരുത്താൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. മനസ്സിലാവും. അപ്പൊ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുള്ള വാക്ക് ബൈബിളിൽ നിന്നുള്ള വാക്ക്. അത് മാത്യു 7:7 വചനമാണ്. അതില് യോജിപ്പിൻ കിട്ടും, നിങ്ങൾ അന്വേഷിക്കും, അത് യോജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കാൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അങ്ങനെയാണ് എനിക്കൊന്നും ബൈബിളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചോദിപ്പിൻ നിങ്ങൾക്ക് കിട്ടും എന്നല്ലേ ആയിരിക്കും. തുണി കഴിഞ്ഞാൽ പിന്നെ അതിനിടയില് ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് പറയുന്നുണ്ട് യോജിപ്പിൻ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പോ നിങ്ങൾ 4 പോലീസുകാരും കൂടെ ഒരുമിച്ചിട്ട്, വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് പോലീസുകാർ, അപ്പൊ 4 പോലീസുകാർ ഒരുമിച്ചിട്ട് കണ്ടെത്തുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. 4 പേരും ഈ കേസ് ഇവരെ എങ്ങനെ ബാധിക്കുന്നു, ഇവരുടെ ഇടയിലുള്ള ഈക്വേഷൻസ് എന്താണ്,
ഈ കേസ് എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഈ 4 പോലീസുകാരുടെ ഇടയിലുള്ളതുണ്ട്. അതല്ലാത്ത സീനിയർ പോലീസുകാരും ഉണ്ട് ഇതിനകത്ത്. അത് നസീറയ്ക്കും അസീസ്ക്കും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്. ഷമ്മി ചേട്ടൻ, ബാബുരാജ്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു ഇമോഷണൽ ജേർണിയും കൂടെ ഉണ്ട്. ഇത് ഒരു കേസും ആ കേസിന്റെ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഇവരുടെ ഒരു ഇമോഷണൽ ജേർണിയും കൂടെ ഉണ്ട്. പിന്നെ അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം, യഥാർത്ഥ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. ശ്രമിക്കൂ, നിങ്ങൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ആ അർത്ഥത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം ഈ സിനിമ നന്നാക്കാനുള്ള ഭാഗത്തിനും നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലും പോലീസ് വേഷങ്ങളാണോ സിനിമയിലുള്ള? ഇത് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ ആയതുകൊണ്ട് പോലീസുകാരായിട്ട് തന്നെ ഇപ്പൊ ഞാൻ, വിനീതേട്ടൻ, സിദ്ദിഖ, നസീറ, പിന്നെ രാഹുൽ, ചേട്ടൻ, നന്ദു ചേട്ടൻ, അശ്വതി, സാദിക്ക, പിന്നെ കുറെ ഇന്ദ്രൻ ചേട്ടൻ, പോലീസ് വേഷങ്ങളുണ്ട്. ശരിയാ, 50% പോലീസ് 50% പോലീസും 50% ഓക്കെ. എൻ്റെ വേറൊരു ഡൗട്ടാണ്, ഇപ്പൊ ഈ പോസ്റ്റർ ഞാൻ കുറെ ഇങ്ങനെ നോക്കി, അപ്പോൾ ട്രൂത്ത് റിസൈഡ്സ് വിത്തിൻ ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു പോസ്റ്ററിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി ടൊവിയുടെ ഒരു മീശ വേറെയാ, പിന്നെ വേറൊരു ക്യാരക്ടറിന്റെ ഒരു പോസ്റ്ററിൽ മീശ വേറെ. എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ? ഡബിൾ റോൾ അല്ലെങ്കിൽ വില്ലനായിട്ട് പിന്നെ മാറി വന്ന് പിന്നെ പോലീസുകാരനായിട്ട് പിന്നെ വന്നു, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞാൻ അത്രേ അന്വേഷിച്ചു എന്നിട്ട് കണ്ടെത്തിയത് ഇതൊക്കെ. ഇപ്പൊ വിനീതേട്ടനിലേക്ക് വരുവാണെങ്കിൽ, വിനീതേട്ടൻ എനിക്ക് കുറച്ചും കൂടെ ഹ്യൂമറിലും കുറച്ചൊക്കെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഹ്യൂമറിലും പിന്നെ അതുപോലെ തന്നെ ഒരു സീരിയസ് ലുക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ എങ്ങനത്തെ റോളാണ്? ഇതിലൊരു നല്ലൊരു പോലീസുകാരൻ, കുറച്ച് ഏജായി, കുറേ കാലം നമ്മൾ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നടന്ന് നല്ല തഴക്കം പഴക്കമുള്ള പോലീസുകാരൻ. അപ്പോൾ നമ്മുടെ SI ആനന്ദ് വരുന്നു, ഇൻചാർജ് ആവണു സ്റ്റേഷനിൽ. ഒരു അന്വേഷണമായിട്ട് ബന്ധപ്പെടുന്നു, നമ്മൾ കൂടെ കൂടുന്നു, സിൻസിയറായിട്ട് കൂടെ കൂടുന്നു അവസാനം വരെ. അതാണ് ഇതിലെ എൻ്റെ പോലീസുകാരൻ. ചേട്ടൻ തന്നിരുന്നൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഞങ്ങളൊക്കെ തമ്മിലുള്ള ഈക്വേഷൻ മനസ്സിലാക്കാനും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ സർവീസിലേക്ക് കയറിയിട്ടൊരു മാസങ്ങൾക്കകം അയാൾക്ക് വരുന്നൊരു മേജർ കേസാണ്. അപ്പോൾ അതിനും പുള്ളിയുടെ അതിനോടുള്ള അപ്രോച്ചും, അതുപോലെ തന്നെ ഒരു 3 വർഷം മുമ്പത്തെ രാഹുൽ രാജഗോപാൽ എന്ന് പറയുന്ന പുള്ളിയാണ് കബീർ എന്നുള്ള ക്യാരക്ടർ. 3 വർഷം മുമ്പത്തെ കബീറിനെ പോലെയാണ് ഇപ്പോഴത്തെ ഞാൻ. 10 വർഷം മുമ്പത്തെ സേനൻ, അതായത് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അതുപോലെയാണ് ഇപ്പോഴത്തെ ഞാൻ. കാര്യം ഈ ഫോഴ്സിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇവർ നിൽക്കുന്ന സമയത്ത് ആണ് പുതിയ ഒരു പോലീസ്, ഒരു SI അവിടെ ആവേശത്തോടെ വരികയും അയാളുടെ കൂടെ ഇവർക്ക് അന്ന് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിച്ച് ഇവർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഇതാണ് എനിക്ക് ഒരു റെഫറൻസ്. ഞങ്ങൾ 3 ക്യാരക്ടേഴ്സിൻ്റെ തമ്മിലുള്ളൊരു അടുപ്പം, അതായത് ഇവർ 3 പേരും ഭയങ്കര സിമിലർ ആശയം, ചിന്താഗതി മനസ്സിലുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ്. സുഖം, പക്ഷെ സുഖു വ്യത്യാസമുണ്ട്. പ്രമോദന്റെ ക്യാരക്ടർ കുറച്ച് ആദ്യം നമ്മുടെ കൂടെയുള്ള ആളെല്ലാം പിന്നീട് ആണ് നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് മാറുന്നത്. നസീറക്കയുടെ റോൾ എങ്ങനെയൊക്കെയായിരുന്നു? അത് ഞാൻ ചോദിച്ചില്ല. റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസറാണോ? അപ്പൊ എന്താണല്ലോ ഡിവൈഎസ്പി ആണ്, എല്ലാം റിപ്പോർട്ട് ചെയ്ത് എല്ലാ അറിയില്ല, നിങ്ങളൊന്നും വിട്ടു പറയുന്നില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. അഭിനയിച്ചിട്ട് പുള്ളിയാണെങ്കിലും നിഷാന്തേട്ടനാവാം, അതോ പുള്ളിയാണോ? ശ്രീദേവി ശരിക്കും അതെ, ഇതെല്ലാം കണ്ടെത്താൻ നിങ്ങൾ തിയേറ്ററിലേക്ക് വരിക. പക്ഷെ ഈ കൂട്ടത്തില് മെയിൻ ആയിട്ടൊരു വില്ലൻ ഉണ്ട്. ഞങ്ങളെയൊക്കെ കണ്ടെത്തിയ ഒരു വില്ലൻ ലുക്ക് ഇല്ലേ? ഞങ്ങൾ ആവാം. ചെറുപ്പം പോലെ ഞാൻ വില്ലൻ വേഷം കണ്ടുവരുന്ന ഒരാളാണ്. നല്ല റോളും ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ് ആയിട്ടും. പക്ഷെ എനിക്ക് വില്ലൻ വേഷങ്ങൾ നല്ല റോളുകൾ തന്നെയാണ്. ഉദ്ദേശിച്ചത് നായകനായിട്ടും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് മനസ്സിലാവുണ്ട്.
ഇപ്പൊ ഞാൻ ചെറുപ്പം മുതൽ ഒരു പ്രായം വരെ ഞാൻ വിചാരിച്ചത് ശരിക്കും പേര് ഷിബു എന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കി ജോക്കറിലെ ക്യാരക്ടർ സുധീർ മിശ്ര സുധീർ. ഷിബു ഷിബു അതല്ല ഷിബു ബിബി. ഷിബു എന്നുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളത് അല്ല. ശരിക്കും പറഞ്ഞ ഷിബു പി പി ഇതായിരുന്നു. ഇപ്പൊ correct ആയോ? ഇതിപ്പോ നേരത്തെ പറഞ്ഞ ശരിക്കും പേര് ഷിബുന. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഗസറ്റിലെ പേര് കൊടുത്ത് മാറ്റിയതാണ് നിഷാന്ത് സാഗറിനെ. ശരിക്കും പേര് ഷിബു എന്നാണ്. ഷിബു പി 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 പി. സോറി ജോക്കറിലെ ബൈക്കിലൊക്കെ ജമ്പ് ചെയ്ത് വന്നിട്ടേ ഷിബു. കുഴപ്പമില്ല ഇത് അങ്ങനെ ഇത് കട്ട് ചെയ്ത് കളയണ്ട. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ഫണ്ട് ഫസ്റ്റത്തെ ഇന്റർവ്യൂ വൈറൽ എന്നുള്ളൊരു ടാഗ്ലൈൻ എനിക്ക് പറഞ്ഞു. ഫസ്റ്റത്തെ ഇന്റർവ്യൂ ആണെന്ന് തോന്നില്ല. പറഞ്ഞല്ലോ. പേര് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. പേരെന്ന് പറഞ്ഞ അവരോട്. ആദിത്യ അതെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ കണ്ടോ. ആദിത്യ അവസാനത്തെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ സുധീർ. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ കാണുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഒരു പ്രായം വരെ ശരിക്കും ഇതാണ് പേരെന്നാ വിചാരിച്ച് വെച്ചേ. പിന്നീട് എനിക്ക് മനസ്സിലായത് സുധീറോ ഷിബോ? അല്ല ഷിബു. സുധീർ സുധീർ ഒന്ന് ഷിബു അല്ലേ? സുധീർ ഇതുവരെ ഇത്ര കൊല്ലായിട്ടില്ല ഷിബു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. വേറെ ആരുടെ ഭാഗത്ത് തെറ്റുള്ളത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. അപ്പൊ അന്ന് മുതൽ ഒരു വില്ലൻ ക്യാരക്ടർ ആയിട്ടാണ് എന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ട് വില്ലൻ, ചോക്ലേറ്റ് വില്ലൻ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഈ സിനിമയിൽ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? വില്ലനാണോ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ നിങ്ങൾ ഫെബ്രുവരി 9 എല്ലാത്തിന്റെ അവസരത്തിൽ കുടുംബസമേതം പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടാണോ? കുട്ടികളെ അവിടെ കൂടാവുന്ന എന്താ കാരണം എന്ന് വെച്ചപ്പോ 3 ടിക്കറ്റാണ് ഒരു കുട്ടി. കുട്ടിയൊറ്റയ്ക്ക് വരുന്നില്ല. അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അതല്ല. കുട്ടിയൊറ്റയ്ക്ക് വരില്ല. കുട്ടി വരുമ്പോ അച്ഛനമ്മയും കൂടെ വരുമല്ലോ. തിയേറ്ററിൽ പോയി അന്വേഷിക്കുമ്പം കണ്ടെത്തും. അത്രേ ഉള്ളൂ. വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ. ഇപ്പൊ ലാസ്റ്റ് വന്ന ഗർഡനിലാണെങ്കിലും ആർഡിക്സിലാണെങ്കിലും പിടിച്ചിട്ട് ഇടി കൊടുത്തല്ലാന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ എന്താണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് കാരണം? അല്ല, അത് ചൂസ് ചെയ്തതെന്നല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള പടം ഇതൊക്കെ പടം ഓടിയത് കൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതേ. അതുകൊണ്ടത് സംസാര വിഷയമാകുന്നില്ല. അപ്പൊ അതൊക്കെയാണത് നമ്മള്. പിന്നെ അതെ അതെ അത് തന്നെ. പടം നന്നാവുമ്പോ സംസാര വിഷയമാണോ? അടുത്തത് അഗൈൻ ടോബിയാണ്. ഇപ്പോ എനിക്കറിയാം ലാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മാസ് എൻട്രി കൽക്കിയില് ഒരു പോലീസ് വേഷമാണ്. ഇത് എനിക്ക് വർഷങ്ങളെ തോന്നിയേക്കുന്ന ഒരു റിയലിസ്റ്റിക് പോലീസ് ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന പോലീസ് ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോലീസ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് സുരേഷ് ഗോപി, നമ്മുടെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ. അപ്പോൾ ഇവരാരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ 3 പേരിൽ ആരാണ് ഹീറോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ? അവരെല്ലാവരും ഒന്നിൽ കൂടുതൽ പോലീസ് വേഷങ്ങൾ ഒരുപോലെ ഗംഭീരമാക്കി ചെയ്തിട്ടുള്ള എല്ലാവരും മെഗാ ഹിറ്റായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വല്ല സബ് കോൺഷ്യസ്ലി നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവും. കാര്യം നമ്മൾ ചെറുപ്പം മുതൽ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ ഇവരെയൊക്കെ കാണുകയും ഇവരുടെയൊക്കെ പെർഫോമൻസസും ഇവർ പോലീസായിട്ട് വരുമ്പോഴും ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സബ് കോൺഷ്യസ്ലി ഉണ്ടാവും. പക്ഷേ കോൺഷ്യസ്ലി അങ്ങനെ ഒരു റെഫറൻസ് മുമ്പത്തെ സിനിമകളിൽ നിന്നോ സിനിമകളിലെ പെർഫോമൻസുകളിൽ നിന്നോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. നേരെ മറിച്ച് കുറച്ച് നമുക്ക് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ പലരും പോലീസുകാരുമായിട്ടും ഒക്കെയും റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ ക്യാരക്ടറിനെ എഴുതിയിട്ടുള്ളത്. അതിന് പുറമെ എനിക്ക് ഒരു SI ഒരു ഇദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ടും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനായിട്ടും ഉള്ളൊരു അവസരം ഇവർ ഒരുക്കി തന്നിരുന്നു. അതുകൂടാതെ ഷാജിയായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷാജി മാറാട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പോലീസുകാരനാണ്. അദ്ദേഹമാണ് ഈ ഇലവിഴ പൂഞ്ഞയുടെയൊക്കെ റൈറ്ററും ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് കുപ്രസിദ്ധ പയ്യനിലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ തവണ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം ത്രൂ ഔട്ട് നമ്മളുടെ ഈ ഒരു പോലീസ് സംഘത്തിൻ്റെ കൂടെയുള്ള ആളായിട്ട് എന്നുവെച്ചാൽ പോലീസുകാരനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ ഇത് കറക്റ്റാണോ, സല്യൂട്ട് കറക്റ്റാണോ,
കൈ ഇങ്ങനെയാണോ, വിരലിങ്ങനെയാണോ, കാലെങ്ങനെ വെക്കണം, ഏത് കാലം എത്ര പൊക്കണം, എത്ര താത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഇഷ്ട നടന്മാര് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനേക്കാളും നമുക്ക് പരിചയമുള്ള പോലീസുകാരിൽ നിന്നാണ് റെഫറൻസ് കോൺഷ്യസ്ലി എടുത്തിട്ടുള്ളത്. മറ്റേത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ലൈക്ക് എന്നും ടോവിയുടെ ക്യാരക്ടറാണ് പുറത്തേക്ക് എന്നും ബെറ്റർ ആക്കി കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഒരു മാനറിസംസോ എൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാൻ ജനിച്ച് ഇതുവരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, ജനിച്ചു വീഴുമ്പോൾ മുതൽ അങ്ങനെയല്ലേ, അതുണ്ടായിരിക്കാം. അല്ലാതെ ഞാനായിട്ട് പുതിയ ഭാവങ്ങളൊന്നും കണ്ടുപിടിക്കുകയോ ഞാനായിട്ട് പുതിയ രീതികളൊന്നും ഞാൻ കണ്ടു പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓരോ കഥാപാത്രങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ചെയ്തു നോക്കുന്നു, മനോധർമ്മം ഉപയോഗിക്കുന്നു. എന്നും ഓരോ പോലീസ് ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൽ ടോവിയുടെ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ട്. നേരത്തെ ഞങ്ങൾ നസീറക്കും ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ പോലീസ് വേഷങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ടൈപ്പ് കാസ്റ്റ് ആവില്ല. എല്ലാം ഒരുപോലെ ചെയ്താലാണ് ടൈപ്പ് കാസ്റ്റ് ആവുക. ഇപ്പൊ 5 പോലീസ് വേഷം ചെയ്യുന്നതിൽ 5 ലുക്കുമാണ്, 5 ലുക്കും 5 തരം ക്യാരക്ടേഴ്സും ആയിരിക്കും. അപ്പൊ അത് ടൈപ്പ് കാസ്റ്റഡ് ആവുന്നില്ല ആക്ച്വലി. നമ്മൾ ഇപ്പോൾ എനിക്കൊരു ഫാൻ ഗേൾ മൂവ്മെന്റ് ആണ് ഇത് എൻറ്റയർലി. ഈ ദിവസം എൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പാണ് ഞാൻ ടോവിനെ നേരിട്ട് കാണുന്നത്. എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതെൻ്റെ ഒരു കംപ്ലീഷനാണ്. അപ്പോൾ ഞാനും നല്ലൊരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ കംപ്ലീറ്റ്. അതുപോലെ തന്നെ ടോവിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ബിക്കോസ് യു ഹാവ് ബീൻ എ ഫാൻ ബോയ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഐ നോ ഓസ്കർ വരെ എന്നുള്ള ഒരു വേദിയിൽ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് യു ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഓൾസോ. അപ്പോൾ അങ്ങനെ എനിക്ക് സാധിച്ച പോലെ ഇങ്ങനത്തെ ഒരു ഫാൻ ഗേൾ അല്ലെങ്കിൽ ഫാൻ ബോയ് മൂവ്മെന്റ് സാധിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും? കുറേ മൂവ്മെന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടാണ്. പക്ഷെ ഞാൻ എന്നെ കാണുന്നത് സിനിമ നടനായിട്ടല്ല. എനിക്ക് എന്നെ ചെറുപ്പം മുതലേ പരിചയമുള്ളൂ. എനിക്കറിയാലോ ഞാൻ ആരാണ് എന്താണെന്നും എന്റെ സന്തോഷങ്ങളും എന്റെ എക്സൈറ്റ്മെന്റും എനിക്ക് ആളുകളോടുള്ള ഇഷ്ടവും ആരാധനയും എല്ലാം എനിക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അപ്പൊ എനിക്കങ്ങനെ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് എനിക്ക് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു അമ്മ മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ അത് എസ്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗപ്പി കഴിഞ്ഞ് എസ്ര തുടങ്ങാൻ പോകുന്നു. ആ ഗ്യാപ്പിലാണ് 2016 ആ സമയത്താണ്. അപ്പോൾ അന്നൊരു ദിവസം ഈ 100-400 ആർട്ടിസ്റ്റുകൾ അമ്മ സംഘടനയിലുണ്ടല്ലോ. അപ്പം നിരന്തരമായിട്ട് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിനകത്ത് ഈ 100-400 പേരിൽ ഈ 400 പേരുണ്ടെങ്കിൽ 400 പേരും എനിക്ക് അറിയാം, പരിചയമുള്ള മുഖങ്ങളാണ്. ഇവരൊക്കെ ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ഇതിൽ 99% ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഒരു വലിയ മുറിയിൽ നമ്മളും, എന്നിട്ട് ആ ഡോർ അങ്ങോട്ട് അടച്ചപ്പോൾ നമ്മളും ഇവരിൽ ഒരാളായി എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സസ് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഉറപ്പായിട്ടുമാണ്. അതെങ്ങനെയാണ് മാറുന്നത്? എങ്ങനെയാണ് എടുത്തു പറയാനുള്ള പേരുകൾ ആരെങ്കിലും ഉണ്ടോ? ലൈക് നമ്മുടെ ഇൻഡസ്ട്രി, ഔട്ട് ഓഫ് ഇൻഡസ്ട്രി? പേരുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തോന്നുന്നു. വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോ എത്ര കൊല്ലമായിട്ട് നമ്മൾ ഇതുപോലെ അമ്മാഷോടെ ഇതിൽ പോകാണ്, ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു ദിവസം ആ ഹോളിലേക്ക് കയറുമ്പോൾ എവിടെ നോക്കിയാലും നടന്മാര് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചെറുപ്പം മുതലേ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ കുറെ നാളായിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. അവരെ നമ്മൾ കാണും, അയ്യോ മറ്റേ ആളില്ല. ആ എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടുണ്ട്. കാര്യം അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സിനിമയിലൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് നോക്കി കണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അതേ കൗതുകം തന്നെയുണ്ട് ഇപ്പോഴും ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും കാണുമ്പോൾ. അല്ല, ഞാൻ നമ്മില് ചേർന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ മീറ്റിംഗ് കാണാം. എങ്ങനെ അറിയോ? കാറുകൾ കാണാൻ വേണ്ടിയാണ് വന്നിറങ്ങണ കാറുകൾ. അത് നോക്കാൻ വേണ്ടി ഞാൻ വെച്ചു പിടിച്ചിരിക്കും. ചിലര് വിത്ത് ഡ്രൈവറായിട്ട് വരും, ചിലര് ഓടിച്ചു വരും. അപ്പൊ ആ വരുന്ന വണ്ടികൾ നോക്കണ എന്റെ സ്ഥിരം പരിപാടിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ആരാ? ഇങ്ങനത്തെ ഒരു ഫാൻ ബോയ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ദിലീപ് തന്നെയാണ്. അതെ. അപ്പൊ ഏറ്റവും ഇഷ്ടം ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടം ഞാൻ കാത്തിരുന്നതിന്റെ നീണ്ട കാത്തിരുന്ന അതിനൊരു വലിയ കഥയുണ്ട്. ശരി, നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെ പറയാം. സമയമുണ്ട്.
എല്ലാം പറഞ്ഞു കട്ട് ചെയ്ത് കളയാം. അല്ല കഥ മിസ്സാക്കല്ലേ പറയും. ഇല്ല കുഴപ്പമില്ല, ഇന്നിപ്പോ നിങ്ങളുടെ കഥ കേൾക്കാനല്ലേ ഞങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ കണ്ടെത്താം. ഇപ്പൊ വിനീതേട്ടന്റെ അഗൈൻ ഈ ഒരു റോളുകളൊക്കെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനത്തെ ക്യാരക്ടർ പ്ലേ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് കോള് വരുന്നു, സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. എനിക്ക് ടൈമില്ല. ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? അവിടെ ചെല്ലുന്നു, അവിടെ ചെന്നിട്ടുള്ള പ്ലാൻ അല്ല, അവിടെ ചെന്നിട്ടുള്ള പ്ലാൻ. നമ്മൾ വലിയ വലിയ നടന്മാരെ കൂടെ അഭിനയിക്കാൻ നമ്മൾ പോണത്. അപ്പൊ നമുക്ക് വലിയ പ്ലാനൊന്നുമില്ല. അവിടെ ചെന്നിട്ട് അവര് എങ്ങനെ പറയുന്നു അതിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ മുന്നേ ഒക്കെ പ്ലാൻ ചെയ്ത് പോയ ഡയറക്ടർക്ക് അതാ വലിയ ഉദ്ദേശിക്കുന്നത്, ഡയറക്ടർ അതല്ല ഉദ്ദേശിക്കുന്നുണ്ടാവും. പിന്നെ ആകെ അങ്ങോട്ട് ആ മറ്റേ പ്ലാൻ ഈ പ്ലാനും തമ്മിൽ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പുള്ളി നാച്ചുറലി ഗിഫ്റ്റഡ് ആണ്. വേറെ കൊണ്ടാണ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ക്യാമറയുടെ മുമ്പിൽ നാച്ചുറൽ ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പുള്ളിക്ക് എല്ലാ സമയത്തും പറ്റുന്നുണ്ട്. അത് കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പുള്ളി ഒരു ക്യാമറ വന്നാൽ അതെ, അത് ക്യാമറ വന്നു കഴിഞ്ഞാൽ ക്യാമറയുടെ പ്രശ്നത്തിൽ അഭിനയിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിനയിക്കണമായിട്ട് തോന്നിയിട്ടുണ്ടോ? 100% നാച്ചുറൽ. നമ്മൾ പ്ലാൻ ഇല്ലാണ്ട് പോകലാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്ലാൻ ആയിക്കോളും. ഒരു പ്ലാൻ ഇല്ലാണ്ട് നടക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ്. അല്ല, പുള്ളിക്ക് ഭയങ്കര സ്പോണ്ടേനിയസ് ആണ് പുള്ളി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഹ്യൂമർ ആണെങ്കിലും എല്ലാം ഡയലോഗ് പറയുന്നതിൽ ഫോഴ്സ്ഡ് അല്ല. അതെ അതെ. നാച്ചുറൽ ആക്ടറാണ്. എന്റെ സുതിയോ ചോദ്യം ഞാൻ നല്ല നടനാണോന്നോ? അല്ല, അങ്ങനെ അത് അയ്യോ ഇല്ല. അതെ, അത് ഒരിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അന്നേരം കൂടുതൽ ബുദ്ധിമുട്ടാവുക ചെയ്യും. അവിടെ ചെല്ലുമ്പം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ക്യാമറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അത് കുറേ വൈകിയാണ് ഞാനൊക്കെ ഈ എന്താ പറയുക അടുത്താണ് ഞാനത് മനസ്സിലാക്കിയത്. അങ്ങനെയൊന്നും അല്ല. അത് സാധനം മനസ്സിലുണ്ടാവണം, അവിടെ ചെല്ലുക, ആ സമയത്ത് എന്താ പറയാ. ബേസിക്കലി നല്ല കഴിവുള്ള സംവിധായകരും ഒരു ക്രൂ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് സംഭവം പുറത്തെടുക്കും. മറ്റേ നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ട് പോയാലും ക്രൂവും സെറ്റപ്പ് ഒന്നും നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് പോലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നത് ഒരിക്കലും ഒരു സോളോ വർക്ക് അല്ല, അതൊരു ടീം എഫേർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഡയറക്ടറിന്റെ കൂടെ അഭിനയിച്ച ഒരു അനുഭവം? അതിപ്പോ പറയാൻ ഷിബുവിനെ പറ്റി പറഞ്ഞത് കേട്ടാ ഞങ്ങൾ നിട്ടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ലിസ്റ്റുകളുണ്ട് പറയാൻ. അങ്ങനെയല്ല, അത് നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ നമ്മൾ മനസ്സിൽ കണ്ടതും അവർ മനസ്സിൽ കണ്ടതും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെതായിട്ടുള്ള അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ കഥ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലൊരു സിനിമയാണ്, ചിലപ്പോൾ ആ സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. നമ്മൾ വിചാരിച്ച അത്രയ്ക്കും നല്ല സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടാവും. വേണ്ടായിരുന്നു ഒന്നുമില്ല, ചെയ്തു ഇപ്പൊ നമ്മളുടെ തീരുമാനം തന്നെയാണ്. അതിന് റിഗ്രറ്റ് ചെയ്യണതിൽ എന്താ കാര്യം? അതൊന്നുമില്ല, അവസരങ്ങളുണ്ടല്ലോ മുന്നോട്ടും. അപ്പോൾ അതിന് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരിക്കൽ പറ്റിത്തെറ്റ് പിന്നെയും പറ്റാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കമ്മിങ് ബാക്ക് അഗൈൻ ടു നമ്മുടെ സിനിമ, ഇതിൽ ഡുവൽ മുഖം ഉണ്ടോ? ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു വില്ലനും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വിട്ടുപിടിക്കില്ലേ? അതൊരു കുറച്ച് കാലത്തിന്റെ അന്ന് ഷേവ് ചെയ്യാൻ പറഞ്ഞതല്ലോ രാവിലെ. അതെ, ഒരു ദിവസം ഷേവ് ചെയ്യാൻ പറഞ്ഞത്. അല്ല, അതെന്താ അറിയോ, ഈ സിനിമയിലൊരു ഒരു കുറച്ച് കാലം 6 മാസം ഒരു ഗ്യാപ്പിന് ശേഷം ഉള്ളതും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു എക്സ്പീരിയൻസസും ഒക്കെ കഴിയുമ്പോൾ പുള്ളിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അങ്ങനത്തെ മാറ്റങ്ങൾ അല്ലാണ്ട് ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് അങ്ങനെയൊന്നുമില്ല. ചെറിയ മാറ്റങ്ങൾ, ഒരു 6 മാസത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണാം. എൻ്റെ ഫാമിലി മെമ്പർ ഒരാള് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളും കൂടി ഇനി സൂപ്പർ സ്റ്റാർ ആവാൻ വരുന്നുണ്ട്.
എന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞില്ലേന്ന് അപ്പച്ചൻ്റെ ഇനി അടുത്ത വെല്ലുവിളി ആയിരിക്കും. ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോ ആരും അപ്പനോട് ചോദിച്ചിട്ടില്ല. അഭിനയിച്ചപ്പോ എന്നോട് ചോദിക്കാൻ അതൊരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ ആക്ച്വലി? തീർച്ചയായിട്ടും അപ്പനായിട്ട് ഒരിക്കൽ ഞാൻ സങ്കല്പത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങളിങ്ങനെ ഞാനും അപ്പനും കൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഭയങ്കര അങ്ങനത്തെ പെർഫോമൻസ് അങ്ങനത്തെ അല്ല. അവിടെ അപ്പൻ വരുന്ന സമയത്ത് എൻ്റെ അച്ഛനായിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ എന്തുകൊണ്ടും ഏറ്റവും യോഗ്യൻ എൻ്റെ അപ്പൻ തന്നെയാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ കുറെ സീനുകളൊന്നും ഇല്ല. അതിങ്ങനെ പടത്തിന്റെ തുടക്കത്തിൽ ജസ്റ്റ് ഒരു സോങ്ങിലാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അതും ഞാനും അപ്പനും കൂടിയിട്ടുള്ള സീൻ തന്നെയാണ്. അതങ്ങനെ ഭയങ്കര ഡയലോഗ് സീക്വൻസ് പോലെയല്ല, ഒരു സോങ് കട്ടാണ്. അതിനകത്ത് അപ്പൻ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടോവിനോട് അച്ഛനായിട്ടാണ് ഈ സിനിമയിൽ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൻ തന്നെ ആയത് കാരണം കൊണ്ട് അപ്പൊ അച്ഛനാണോ അമ്മാവനാണോ എന്നൊരു സംശയമില്ല, അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അത് നമ്മുടെ ഡയറക്ടർക്കായിരുന്നു അത് ഏറ്റവും ആഗ്രഹം. ഡയറക്ടർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല, അത് അപ്പനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിച്ച് അപ്പനെ അവസാനം ഒരു കൺവിൻസ് ചെയ്തു. അപ്പൻ 2 ദിവസം 2 ഡിഫറെന്റ് ലൊക്കേഷനിലായിട്ടായിരുന്നു. അപ്പൊ 2 ദിവസം ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അച്ഛന്റെ ഡേറ്റ് അന്വേഷിച്ചെടുക്കേണ്ട ഒരു സമയം വരും. അപ്പനെ പണിക്ക് വിട്ടു. അപ്പൊ ഇത്രയും കാലം അല്ലേ ഞാനേ ഇരിഞ്ഞിറവിട ടോണി എന്ന് നമ്മൾ വിട്ടാണ്ട് അവർ സുർവിളി ഏതാ ഇപ്പോൾ അന്വേഷിക്കും കണ്ടെത്തും. ആരാ ഹീറോ? ടോവിനാണ്. അവരുടെ അപ്പച്ചല്ലേ, നല്ല പേരുള്ള ആളെ ഇറങ്ങടാ. ആ ഓക്കെ, എവിടെ താമസിക്കുന്ന അറിയോ? ടൗണിൽ അവിടെ സെന്റിന് എന്താ വില അറിയോ? അതിനെന്ത് ഞാൻ പറഞ്ഞതാണ്. ടൗണിലാണ് അവിടെ സെന്റിന് ഞാൻ പറഞ്ഞ അതിനെന്ത് പറയാ ഞാൻ പറഞ്ഞു എന്നുള്ളത്. എന്താ പറയാ ഇവന്റെ വൈഫ് ഇവിടെ എന്ത് മാനേജരാ ബാങ്കിൽ. അപ്പൊ പെട്ടെന്ന് കിട്ടിയ ഇൻഫർമേഷനാ. അതും ഇതും കറക്റ്റ് ആയപ്പോ പെട്ടെന്ന് ഒരു പെട്ട അവിടെ സെന്റിന് എന്താ വില അറിയാം. അപ്പൊ എന്ത് എന്ത് പറഞ്ഞതാണ് ടൗണിലെ അത്. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു അഗൈൻ ടു നസീറിക്ക, ഇപ്പോൾ ഈ ഒരു പടത്തിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ എനിക്ക് മൊത്തം അറിയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാം, നസീറിക്ക ഈ ഒരു പടം ചെയ്തത് ലൈക്ക് അങ്ങോട്ട് പോയി തേടിയെടുത്ത ഒരു ക്യാരക്ടറാണോ അല്ലെങ്കിൽ നോർമൽ ഒരു പോലീസുകാരൻ ക്യാരക്ടറായിട്ടാണോ? ഓക്കെ, എനിക്കങ്ങനെ ഇതില് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കോട്ടയത്താണ്, വേറെച്ചാലായതുകൊണ്ട് കോട്ടയം ഭാഗത്ത് ഷൂട്ടിംഗ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ ഇതിൽ വിളി വരുന്നുണ്ടോ, കോട്ടയത്ത് എന്നെ മനസ്സിലായാലും തോന്നുന്നു ഞാൻ കോട്ടയം നസീർ കോട്ടയത്ത് നടക്കുന്നു. കോട്ടയത്ത് നടന്നിട്ടും അതിന്റെ അകത്ത് വേഷമില്ല. അതിന്റെ അകത്തും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കോട്ടയത്ത് ഷൂട്ട് എടുത്തിട്ട് എനിക്കൊരു ചാൻസ് വരുമെന്ന് അങ്ങനെ എന്തെങ്കിലും തുടക്കത്തിലൊക്കെ? അല്ല, നമ്മുടെ നാട്ടിൽ ഒരു ഷൂട്ട് വരുമ്പോ നമ്മളൊരു ആക്ടറാണ് നമ്മൾ പ്രതീക്ഷിക്കൂലേ, അല്ലേ? നമുക്ക് ഹീറോ കളിക്കുന്ന ആളല്ലോ, അല്ലാണ്ടുള്ള ക്യാരക്ടർ. ഇത്ര അടുത്ത് വന്നിട്ട് ഇത്ര അടുത്തുണ്ടല്ലോ, റൂം പോലും അതെ, അത് വിളിച്ചതാണ്. ഇതിലെ വിളിച്ചാണ്, അല്ലെ ക്യാരക്ടറാണ്. എന്നെ പടി ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി വരുമ്പോൾ അറിയാം. ഇപ്പോൾ മായാനദിയിലാണ് ശരിക്കും ഞങ്ങളെപ്പോലത്തെ കുറേ യൂത്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചിട്ട് കയറിയേക്കുന്നത്. അപ്പോൾ അത് എൻ്റെ പിന്നെ ഫുൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആണ്, അല്ലെങ്കിൽ ഇത്തിരി അങ്ങനത്തെ റൊമാൻറ്റിക് ഹീറോയിലേക്ക്, അല്ലെങ്കിൽ മായാനദി എഫക്റ്റ് ഒരു മാത്തനെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റാം? റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇനി ചെയ്യും. എപ്പോഴാ? അതിന് കണ്ട് ചെയ്യാം. കഥയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരണ്ടേ. ഒരു മാത്തൻ എഫക്റ്റ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇപ്പൊ 2018 കണ്ടപ്പോ ഒരു ഇച്ചിരിയൊക്കെ കിട്ടില്ലേ, പ്രണയം കേട്ട്. മാത്തന്റെ പോലെയല്ല. 2018 എന്തിനാ മരിക്കാൻ പോയെ? മാത്തം മരിച്ചത് കുഴപ്പമില്ല, എന്നാലും മനസ്സിൽ കിടന്നു. പക്ഷെ ഇത് മരിക്കണ്ടായിരുന്നു. പക്ഷെ മരിച്ചതുകൊണ്ടാണ് അത്രയും. ശരിക്കും 2020 സെക്കൻഡ് പാർട്ടിൽ മരിക്കില്ല. ഇനി സ്വർഗത്തിലാണോ കഥ? നല്ല കൗണ്ടറായിപ്പോട്ടാ. പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എന്നല്ലേ? പക്ഷെ നല്ല കൗണ്ടറായിരുന്നു. സ്വർഗത്തിലാണോ കഥ നടക്കണത്? എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പടത്തിൽ ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയാവട്ടെ, എല്ലാവരും കാണട്ടെ. താങ്ക് യു.